അപ്പൊ പ്രസാദ്, നമുക്ക് വാർത്തയിലേക്ക് വരാം. ഇന്നിപ്പോ 9:30-ക്കാണ് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നതെങ്കിൽ, അപ്പൊ അതിനു മുൻപ് സ്പീക്കറെ കാണും. എന്താണ് പ്രസാദ് അൻവറിന്റെ നീക്കങ്ങൾ? റോഷിനി പറഞ്ഞത് തന്നെയാണ്, അതായത് രാജിവെക്കും എന്ന് തന്നെയാണ്. കാരണം രാജിവെക്കാതെ നമുക്ക് രാജിവെച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ രാജിവെക്കും എന്ന് തന്നെയാണ് സൂചന. ഒരു നിർണായക നീക്കമാണ് പി വി അൻവറിനെ സംബന്ധിച്ച്. കാരണം വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നു, കൊൽക്കത്തയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ഏറ്റവും ഒടുവിൽ ഇന്നലെ മമതാ ബാനർജിയുമായി ആശയവിനിമയം നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകണം ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ നിർണായകമായ തീരുമാനം. കാരണം ഒരു സ്വതന്ത്ര MLA ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ MLA സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പി വി അൻവർ പോകുന്നത് എന്നുള്ളതാണ്. രാവിലെ 9 മണിക്ക് സ്പീക്കറെ കാണും. കൊൽക്കത്തയിൽ നിന്ന് പി വി അൻവർ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി സ്പീക്കറെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 9:30 ഇന്ന് വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് പി വി അൻവർ തിരുവനന്തപുരത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജിക്കത്ത് കൊടുക്കുന്നതോടുകൂടി നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേദിയൊരുങ്ങുന്നു എന്നതാണ്. അത് LDFിനെ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ്. കാരണം LDFിൻ്റെ പിന്തുണയോടെ മത്സരിച്ച പി വി അൻവറാണ് രാജിവെക്കുന്നതും LDFിനെതിരായ പോരാട്ടത്തിലേക്ക് പോകുന്നതും. അവിടെയും കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, UDF പിന്തുണ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. UDF പിന്തുണ കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അത് UDFിൻ്റെ വലിയ തോൽവിക്ക് കാരണമാകും എന്നുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നുമൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പി വി അൻവറിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും അതിലേറ്റവും നിർണായകമായ ദിനമായി ഇന്ന് മാറുകയാണ് വെങ്കിടേഷ്, റോഷ്നി.